അഴിമതിയില്ലാത്ത ചെറുപ്പക്കാരുടെ കൂട്ടം ആ ലക്ഷ്യം കൈവരിക്കാനുള്ള പാതയിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആം ആദ്മിയെ തളർത്തി രാഘവ് ചദ്ദ കൂടി മോദിക്കൊപ്പം എത്തുമ്പോൾ മോദി പ്രഭാവത്തിനുമേൽ മറ്റൊരു പൊൻതൂവൽ കൂടി. 15 വർഷക്കാലം തന്റെ രക്തവും വിയർപ്പും ഒഴുക്കി വളർത്തിയ പാർട്ടി ഇപ്പോൾ തത്വങ്ങളിൽ നിന്നും മൂല്യങ്ങളിൽ നിന്നും മാറിയെന്ന് രാഘവ് ചദ്ദയുടെ കുറ്റപ്പെടുത്തൽ. രാജ്യസഭയിലെ AAP നേതാവ് എന്ന സ്ഥാനത്ത് നിന്ന് ചദ്ദയെ മാറ്റിയതു മുതൽ പാർട്ടി നേതൃത്വവുമായി അദ്ദേഹം കടുത്ത പോരാട്ടത്തിലായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തെ വളരെയധികം ഇഷ്ടപ്പെടുകയാണ് ഈ ചെറുപ്പക്കാരൻ. ഭീകരവാദത്തെ തുടച്ചു നീക്കുന്നതിനും രാജ്യത്തെ സാമ്പത്തികമായി വളർത്തുന്നതിനും നരേന്ദ്രമോദി സർക്കാർ എടുത്ത ശക്തമായ തീരുമാനങ്ങൾ അത് ഓരോ യുവാക്കളെയും ഭാരതത്തിൽ ഇൻസ്പയർ ചെയ്യുകയാണെന്നാണ് രാഘവ് ചദ്ദയുടെ പക്ഷം. അമിത്ഷായുടെ ദൃഢനിശ്ചയത്തിനൊപ്പം ചേർന്ന് രാജ്യത്തിനായി പ്രവർത്തിക്കുമെന്നും രാഘവ് ചദ്ദ പറയുന്നു. മോദിയുടെ ഒരു വ്യക്തിത്വം അതെപ്പോഴും ജനക്കൂട്ടത്തെ മാത്രമല്ല മിടുക്കന്മാരായ നേതാക്കളെയും നരേന്ദ്രമോദിയിലേക്ക് ആകർഷിക്കുന്ന ഘടകങ്ങളാണ്. പല കീ പൊസിഷനിലും നരേന്ദ്രമോദി ഇന്ന് ഇരുത്തിയിരിക്കുന്നത് പലപ്പോഴും തന്റെ ആ ഒരു പ്രഭാവത്തിൽ ആകൃഷ്ടരായ മറ്റു പാർട്ടികളിൽ നിന്നും എത്തിയ ചെറുപ്പക്കാരാണ്. അക്കൂട്ടത്തിലേക്ക് ആം ആദ്മിയുടെ മിടുക്കനായ രാഘവ് ചദ്ദയും എത്തുകയാണ്. ആം ആദ്മി പാർട്ടി ഇത് അടിപൊളി ഉലയ്ക്കുകയാണ്. രാജ്യസഭയിൽ നിന്ന് BJPയിലേക്ക് ഇദ്ദേഹത്തോടൊപ്പം 7 പ്രമുഖ MP-മാരാണ് എത്തിയിരിക്കുന്നത്. രാഘവ് ചദ്ദയ്ക്കൊപ്പം മുൻ ക്രിക്കറ്റ് താരം ഹർഭജൻ സിംഗ്, ദില്ലി വനിതാ കമ്മീഷൻ മുൻ അധ്യക്ഷ സ്വാതി മലിവാൾ എന്നിവരുടെ സാന്നിധ്യം രാഷ്ട്രീയ ലോകത്തെ ഞെട്ടിച്ചു. ഇവർക്ക് പുറമെ പാർട്ടിയുടെ സംഘടനാ ചുമതലയുണ്ടായിരുന്ന സന്ദീപ് പഥക്, പ്രമുഖ വിദ്യാഭ്യാസ പ്രവർത്തകൻ അശോക് മിത്തൽ, രാഷ്ട്രീയ രംഗത്തെ ശ്രദ്ധേയ മുഖങ്ങളായ രാജേന്ദർ ഗുപ്ത, വിക്രം സാഹ്നി എന്നിവരും AAP വിട്ട് വന്നിരിക്കുകയാണ്. പാർട്ടിയുടെ രാജ്യസഭാ അംഗങ്ങളിൽ 2 വിഭാഗവും ഇത്തരത്തിൽ BJPയിൽ ലയിക്കാൻ തീരുമാനിച്ചത് അരവിന്ദ് കെജ്രിവാളിനും ആം ആദ്മി പാർട്ടിക്കും ദേശീയ തലത്തിൽ വലിയൊരു തിരിച്ചടിയായി. അസം മുഖ്യമന്ത്രി ഹിമന്ത് ബിശ്വ ശർമ്മ നേരത്തെ കോൺഗ്രസിന്റെ അസം നേതാവായിരുന്നു. പക്ഷെ അവിടെ മക്കൾ രാഷ്ട്രീയത്തിന്റെ പേരിൽ അദ്ദേഹം തഴയപ്പെട്ടപ്പോഴാണ് മോദിയിലേക്ക് അദ്ദേഹം ആകൃഷ്ടനായത്.